നാലാമത്തെ സങ്കീർത്തനം 24 അതിന്റെ 4. സങ്കീർത്തനം 20 അതിന്റെ 4. സങ്കീർത്തനം 20 4. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടിയുയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗ്ഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീതി പ്രവൃത്തികളാൽ അവൻ വരുന്നു. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ നാമത്തിൽ കീർത്തിക്കും. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് നൽകും. താല്പര്യമൊക്കെ ഒന്ന് പറയാമോ? ഈ വചനം ചേർന്ന് പറയാമോ? ഒന്ന് തലയെ കുറിച്ച് പറഞ്ഞു. എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ എന്റെ ദൈവം എനിക്ക് തരും, എന്റെ താല്പര്യമൊക്കെയും നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കരം കൊണ്ട് പറയാമോ? നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിങ്ങൾക്ക് തരും, നിങ്ങളുടെ താല്പര്യമൊക്കെയും നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടെ പറയാമോ? എന്റെ തലയിൽ പറയാം. എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ എന്റെ ദൈവം എനിക്ക് തരും, എന്റെ താല്പര്യമൊക്കെയും നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. മക്കളെ, ഈ യേശു നമ്മുടെ നനവിലുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം വന്ന് പറയുകയാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് തരും, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇത് പകൽക്കാലം കർത്താവിനോട് പറയാൻ പറഞ്ഞ ദൂതാണ്, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. എന്നിട്ട് പറയാം, നിങ്ങളുടെ താല്പര്യമൊക്കെയും നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. ഏതൊരു വചനം പറയുന്നത് പോലെ ഒരു അപ്പന് തന്റെ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ മക്കളുണ്ട്, മക്കള് എന്തെങ്കിലും കാര്യം ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കോ? ഇല്ല, കൊടുക്കും. ഹല്ലേലൂയ. അവർക്ക് എന്ത് തന്നെ ആവശ്യമുണ്ടെങ്കിലും അവർ നമ്മളോട് പറയും, നമ്മൾ എന്ത് ചെയ്യും? അത് സാധിപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ. അതേപോലെ ഒരുപക്ഷെ പൈസ ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യും? കടം മേടിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യും? സാധിപ്പിച്ചിട്ട് കൊടുക്കാം. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ മക്കളായതുകൊണ്ട്. ഹല്ലേലൂയ. നമുക്ക് മക്കളോട് സ്നേഹമുള്ളത് കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ സാധിപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ. അതേപോലെയാണ് സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അപ്പനാണ്. ഹല്ലേലൂയ. യേശു എന്ന് പറയുന്നത് നമ്മുടെ അപ്പനാണ്. ആ യേശു പറയുകയാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമൊക്കെ ഞാൻ നിനക്ക് നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് നൽകും, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് തരും, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിച്ചു തരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് പറയാനുള്ള ദൂത് ഇതാണ്, ഒരപ്പൻ മക്കൾക്ക് കൊടുക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത്. ഹല്ലേലൂയ. വചനം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിൽ ഒരപ്പനോട് ഒരു മകൻ വന്ന് ചോദിക്കണം, അപ്പാ എനിക്ക് അപ്പം തരാൻ പറഞ്ഞാൽ ആ അപ്പൻ എന്ത് ചെയ്യും? തിരിച്ചവർ കല്ല് കൊടുക്കുമോ? ഇല്ല. അടുത്തൊരു മുഹമ്മദ് ചോദിക്കണം, അപ്പ എനിക്ക് മുട്ട വേണം, തേളയെ പിടിച്ച് കൊടുക്കുമോ? ഇല്ല. അടുത്ത വേറെ മുഹമ്മദ് ചോദിക്കുകയാണ്, പപ്പ എനിക്ക് മീനിനത്ത് വേണം, നമ്മൾ പാമ്പിനെ പിടിച്ചു കൊടുക്കുമോ? ഇല്ല. ഹല്ലേലൂയ. ദൈവം പറയുന്നത്, അങ്ങനെ നിർദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് എത്ര അധികം. ഹല്ലേലൂയ. അങ്ങനെ നിർദോഷികൾ, നമ്മളെല്ലാം നിർദോഷികളാണ്. മനുഷ്യരെന്ന് പറയുന്നത് ദോഷമുള്ളവരാണ്, നിർദോഷികളാണ്, പാപത്തിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനായ അപ്പനും അമ്മയ്ക്കും തന്റെ മക്കൾ ചോദിക്കുന്നത് പോലെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ, സ്വർഗത്തിലെ പിതാവ് എത്ര അധികം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചവൻ, ദൈവം എന്ന സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനെ ഭൂമിയിൽ വന്ന് നമ്മുടെ എല്ലാവരുടെയും പാപത്തെ തന്റെ ശിരസ്സുമേൽ ഏറ്റെടുത്തുകൊണ്ട് ശാപം എന്ന് പറയുന്ന കുരിശ് ചുമന്നുകൊണ്ട് തലയിൽ മുൾക്കിരീടം ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ച യേശു കർത്താവ് പിന്നെ നമുക്ക് ചോദിക്കുന്നത് തരാതിരിക്കോ? ഇല്ല, ചോദിക്കുന്നതെല്ലാം തരും. ഹല്ലേലൂയ. വചനം പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതിരിക്കുക. റോമർ 8:32 പറയാണ്. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ നമുക്ക് ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ സകലവും അവനോട് കൂടെ നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ആ തനിക്ക് ഉണ്ടായിരുന്ന പിതാവായ ദൈവത്തിന് ഉണ്ടായിരുന്നത് ഒരേ ഒരു മകനായിരുന്നു. ആ മകനെ തന്നെ നമുക്ക് വേണ്ടി തന്നു. ഹല്ലേലൂയ. അങ്ങനെ അവിടെ സമ്പത്ത് തരാതിരിക്കോ?
ഇല്ല. നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ മക്കളാണ് അല്ലേ? ആ മക്കളെ തന്നെ നമുക്ക് വേണ്ടി ദൈവം തന്നപ്പോൾ ആ സമ്പത്തിന്റെ തരാതിരിക്കും. കാരണം ഇന്ന് മക്കൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി എല്ലാം തന്ന പിതാവായ ദൈവം നമുക്ക് ആവശ്യങ്ങളെല്ലാം ചെയ്തു തരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങളിൽ ഒരു അപ്പനോട് ഒരു മകൻ മീൻ ചോദിച്ചാൽ അവന് കല്ലിനെ കൊടുക്കുമോ, തേളിനെ കൊടുക്കുമോ? ഹല്ലേലൂയ. അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? കൊടുക്കോ? ഇല്ല. ഇവിടെ അപ്പന്മാരെ നിങ്ങൾ ചെയ്യോ? ഹല്ലേലൂയ. ഒരു അപ്പന്മാർ എന്ത് ചെയ്യത്തില്ല, മക്കളെ വന്ന് അപ്പം ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും കല്ലിനെടുത്ത് കൊടുക്കത്തില്ല. ഹല്ലേലൂയ. മുട്ട ചോദിച്ചാൽ തേളിനെ പിടിച്ചു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. മീൻ ചോദിച്ചാൽ പാമ്പിനെ പിടിച്ചു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അവർ ചോദിക്കുന്നത് പോലെ കൊടുക്കുമെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിർദോഷികളായ നിങ്ങൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എത്രയധികം ഞാൻ എത്രയധികം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവം ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ധാരാളം പേര് എന്ത് ചെയ്തു? യേശു തൊട്ട് സൗഖ്യമാക്കി. ഹല്ലേലൂയ. ധാരാളം പേരെ കർത്താവ് വിടുവിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ യേശു കർത്താവ് ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഈ യേശു നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വായിച്ചതുപോലെ സംഗീതം 37:4 കൂടി വായിക്കാമോ? സംഗീതത്തിന് 37:4 അതുകൂടെ വളരെ വ്യക്തമായിട്ട് സംഗീതം 37:4 വായിക്കാമോ? സംഗീതം 37:4 യഹോവയെ തന്നെ രക്ഷിച്ചു കൊള്ളുക, അവന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ നിനക്ക് തരും. ഹല്ലേലൂയ. വചനം പറയുന്നത്, നമുക്ക് ദൈവത്തിന്റെ നന്മകൾ കിട്ടണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൽ തന്നെ രക്ഷിച്ചു കൊള്ളുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത്, അയ്യോ എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു നന്മ കിട്ടുന്നില്ല, എന്തുകൊണ്ട് പ്രാർത്ഥന എനിക്കൊരു അനുഗ്രഹം കിട്ടുന്നില്ല? പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ യഹോവയെ തന്നെ രക്ഷിച്ചു കൊള്ളുക, എന്നാൽ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ രസം നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കാത്തതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വെളിപ്പെടാത്തത്. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഞാൻ തൊടുന്ന സംഘടനയിൽ പറയുന്നു, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയാം, ഈ ദൈവത്തിന്റെ വചനം പറഞ്ഞ് നിങ്ങൾ യഹോവയെ തന്നെ എന്ത് ചെയ്യണം? രസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ രസം കണ്ടെത്തുന്നത് ആരിലാണ്? ദൈവത്തിൽ തന്നെയാണ്. കൂട്ടുകാർ രസം കണ്ടെത്തിയാൽ നമുക്ക് ഒരു നന്മയും കിട്ടത്തില്ല. ഹല്ലേലൂയ. മദ്യപാനത്തിൽ രസം കണ്ടെത്തിയാൽ ഒരു നന്മയും കിട്ടത്തില്ല. മറ്റുള്ള സിനിമയിലോ സീരിയലോ നമ്മൾ രസം കണ്ടെത്തി കഴിഞ്ഞാൽ ദൈവത്തിനുള്ള നന്മകൾ നമുക്ക് കിട്ടത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഈ ദൈവത്തിന് രസിക്കാതെ മദ്യപാനത്തിലും കൂട്ടുകാരനും സിനിമയിലും സീരിയലിലും മറ്റു ലോകപരമായ മ്ലേച്ഛതകളിൽ രസിക്കുന്നത് കൊണ്ടാണ്, രസം കണ്ടെത്തുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ നന്മകൾ നമുക്ക് പ്രാപിക്കാൻ പറ്റാത്തത്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം തരാത്തതിന് കാരണം നമ്മൾ ദൈവത്തിൽ രസിക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അവിടെ 37:4 സംഗീതം 37:4 പറയുന്നു, നീ യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക, അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. ഈ അടുത്തിരിക്കുന്നതൊക്കെ കരം കൊടുത്ത് പറ, നീ യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക, അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ വേറെ ഒന്നിലും നിങ്ങൾ രസം കണ്ടെത്താൻ പോകരുത്. ഹല്ലേലൂയ. നിങ്ങൾ വേറെ മറ്റ് പലതിലും രസം കണ്ടെത്താൻ പോയാൽ ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട നന്മകൾ കിട്ടത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട നന്മകൾ നമുക്ക് ലഭിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ യേശുവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഈ യേശുവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഈ യേശുവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഈ യേശുവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഈ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് ഞാൻ പറയാം, ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. അവൻ അത്ഭുത മന്ത്രിയായി, വീരനായ ദൈവമായി, നിത്യപിതാവായി, സമാധാനത്തിന് പ്രഭുവായി ഇന്ന് പകലിക്കാരോട് ഇറങ്ങി നിൽപ്പുണ്ട്. ഈ യേശു നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. നമുക്ക് ഒരു വചനം കൊടുത്ത് വായിക്കാമോ? അവിടെ കാണാൻ കഴിയും. സങ്കീർത്തനം 30:11 വചനം വായിക്കാമോ? സങ്കീർത്തനം 30:11 നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രക്തം നീ അഴിച്ച് എന്റെ സന്തോഷം പിടിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ യഹോവയെ തന്നെ രസിച്ചിരുന്നാലേ
ദൈവത്തിന്റെ വിടുതൽ നമ്മളെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടുന്നു. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ഇവിടെ പറഞ്ഞു, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. ഹല്ലേലൂയ. നമ്മുടെ വിലാപം നൃത്തമായി മാറണോ, നമ്മൾ ദൈവത്തെ തന്നെ രസിക്കണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കണം. എങ്കിൽ ദൈവം നമ്മുടെ വിലാപത്തെ മാറ്റി അവൻ നിങ്ങളെ നൃത്തമാക്കി മാറ്റും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളത് കുടിക്കുന്ന കണ്ണുനീര് നൃത്തമായി മാറണോ, നിങ്ങൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൽ തന്നെ രസിച്ചു കൊള്ളണം. എങ്കിൽ മാത്രമേ നിങ്ങളെ കണ്ണുനീര് നൃത്തമായി മാറത്തുള്ളൂ. നിങ്ങളുടെ കണ്ണുനീര് നൃത്തമായി മാറാൻ വേറെ ഒരു വഴിയില്ല. നിങ്ങൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കാൻ നിങ്ങൾ ഈ ദൈവത്തിൽ തന്നെ രസിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഈ ദൈവത്തെ നിങ്ങൾ രസിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. ഇതിന് വചനം ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഹോഷം നീതിമാന്റെ വീട്ടിന്റെ അകത്ത് ഉണ്ട്. യഹോവയുടെ വലങ്കി വീര്യം പ്രവർത്തി. ഒന്ന് പറയുമ്പോൾ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഹോഷം എന്റെ വീട്ടിലുണ്ട്. എന്റെ ദൈവം എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. വീര്യം പ്രവർത്തിക്കും. വീര്യം പ്രവർത്തിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കണമോ, നിങ്ങളെ വീട്ടിന്റെ അകത്ത് എന്ത് വെളിപ്പെടണം? ദൈവത്തോട് പറ്റിച്ചേർന്നുള്ള ജീവിതം വെളിപ്പെടണം. ഹല്ലേലൂയ. ഉല്ലാസം വേണോ, സന്തോഷം വേണോ, ദൈവം വീര്യം പ്രവർത്തിക്കണമോ, നിങ്ങൾ ദൈവത്തെ തന്നെ രസിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയാം, ഈ ദൈവത്തെ രസിച്ചാൽ നിങ്ങളുടെ വിലാപങ്ങൾ നൃത്തമായി തീരും. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന അവൻ നിങ്ങളെ രട്ടഴിച്ച് നിങ്ങളെ സന്തോഷം ഒളിപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങളെ അനുഭവിക്കുന്ന വേദനകൾക്ക് മറുപടി വേണോ, നിങ്ങൾ ദൈവത്തെ രസിച്ചു കൊള്ളുക, ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുക. ഹല്ലേലൂയ. എങ്കിലും ഞാൻ പറയാം, നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന നിങ്ങളുടെ പറയാം, നിങ്ങൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് കണ്ണുനീരിന് സ്വർഗം മറുപടി തരും. നിങ്ങളുടെ വിലാപങ്ങളെല്ലാം നൃത്തമായി മാറും. ഹല്ലേലൂയ. നിങ്ങളെ രട്ടിനെ അവൻ അഴിച്ചു മാറ്റി നിങ്ങളെ സന്തോഷം ഒളിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയാം, ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. ഒരേ ഒരു കാര്യം വന്ന് നിങ്ങൾ ചെയ്യണം, ഈ യഹോവയിൽ തന്നെ നിങ്ങളെ രസിച്ചു കൊള്ളുകയാണ്. ഹല്ലേലൂയ. ഈ യേശുവിൽ തന്നെ നിങ്ങൾ രസിച്ചു കൊള്ളുകയാണ്. 24 മണിക്കൂർ രാവിലെ എണീറ്റ് വന്ന് ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക. വൈകുന്നേരം ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക. അനാവശ്യമായി ഒരു കൂട്ടുകെട്ടിൽ പോയി പെടരുത്. ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മളെ കിട്ടുന്ന സമയൊക്കെ നമ്മുടെ കൂട്ടുകാരനാക്കി ആര് മാറണം? ഹല്ലേലൂയ. നമ്മുടെ കൂട്ടുകാരനായിട്ട് ആര് മാറണം? യേശുവിനെ നമ്മൾ മാറണം. പറയുന്നു, അവൻ നിങ്ങളെ കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, അവൻ നിങ്ങളെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. കൂട്ടുകാർക്ക് തരാൻ പറ്റാത്ത സന്തോഷവും സമാധാനവും എന്റെ യേശു നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് തരാൻ പറ്റാത്ത സന്തോഷവും സമാധാനവും എന്റെ യേശു നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഭാര്യയെ കൊണ്ട് തരാൻ പറ്റാത്ത സന്തോഷവും സമാധാനവും എന്റെ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ മക്കളെ കൊണ്ട് ലഭിക്കാത്ത സന്തോഷവും സമാധാനം എന്റെ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ അപ്പനെ കൊണ്ട് അമ്മയെ കൊണ്ട് ലഭിക്കാത്ത സന്തോഷവും സമാധാനം ഈ യേശു നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ അവരെ തന്നെ രസിക്കണം. എങ്കിൽ മാത്രമേ ഈ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തെ തന്നെ നിങ്ങൾ രസിച്ചു കൊള്ളുക, എന്നാൽ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. അടുത്തവർ നിന്റെ വിലാപത്തെ അവർ മാറ്റിയിട്ട് നിന്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഇപ്പൊ വിലാപമായിരിക്കാം, കണ്ണുനീരായിരിക്കാം, നൃത്തമായിരിക്കാം. അതിനെ ദൈവം മാറ്റിയിട്ട് ആ വിലാപത്തെ മാറ്റിയിട്ട് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നൃത്തമാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെ രട്ടിനെ അഴിച്ച്, ഞാൻ പറയാം, പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അവരെല്ലാം എന്ത് ചെയ്യുന്ന അറിയാമോ? നല്ല വസ്ത്രങ്ങളെല്ലാം ഊരി മാറ്റിയിട്ട് ഏറ്റവും അഴുക്ക വസ്ത്രം ധരിച്ച്, കറുത്ത വസ്ത്രം ധരിച്ച് എന്ത് ചെയ്യും? അവർ ചാമ്പലൊക്കെ ദേഹത്തൂടെ വാരിയിട്ട് അവിടെ നിന്ന് കരയുമായിരുന്നു. ഹല്ലേലൂയ. അതാണ് രട്ടെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്കെല്ലാം ഞാൻ പറയാം, നിന്റെ വീട്ടിന്റെ അകത്തുള്ള ഇരുളിന്റെ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് ദൈവത്തിന്റെ സന്തോഷം കൊണ്ട് ഉടിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന വേദനയെ ദൈവം നിന്നിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ട്, നീ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വേദനകളെ ദൈവം നിന്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് നിന്റെ സന്തോഷം ഒളിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ.
എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? കാരണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളൊക്കെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വിലാപങ്ങൾ മാറി അത് നൃത്തമായി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെ രട്ടിലെ അവൻ അഴിക്കുന്നു. നിങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എല്ലാ വേദനകളെയും അവൻ എടുത്തു കളഞ്ഞിട്ട് നിങ്ങൾ സന്തോഷം ഒളിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. രാത്രി കിടന്ന് ഉറക്കമില്ല, ഒരു സമാധാനമില്ല, ആ അവസ്ഥയെല്ലാം ദൈവം മാറ്റിയിട്ട് അവൻ നിങ്ങളെ സമൃദ്ധി വെളിപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ സന്തോഷം കൂടെ അവൻ നിറയ്ക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ യേശു നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. അവൻ അത്ഭുതങ്ങളുടെ ദൈവമായി, അതിശയങ്ങളുടെ ദൈവമായി ഇന്ന് പകൽക്കാരുടെ ഇറങ്ങിരിപ്പുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീര് മാറണോ? നിങ്ങളുടെ വീട് കണ്ണുനീരിന്റെ അവസ്ഥ മാറി നൃത്തമായി മാറണോ? നിങ്ങൾ ദൈവത്തിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൽ രസിച്ചു കൊള്ളുക. എന്നാൽ അവന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ നിനക്ക് തരും. ഹല്ലേലൂയ. നിന്റെ കടഭാരം മാറണോ? നിന്റെ രോഗം മാറണോ? നിന്റെ പ്രശ്നം മാറണോ? ബുദ്ധിമുട്ട് മാറണോ? നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണോ? നിന്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടണോ? നിന്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെടണോ? നിങ്ങളുടെ അപ്പനമ്മ അനുഗ്രഹിക്കപ്പെടണമോ? നിങ്ങൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൽ രസിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലേക്ക് യേശു വരികയാണ്. ഇപ്പോൾ തന്നെ യേശു നിങ്ങളെ തൊടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇപ്പോൾ തന്നെ ഇതിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. യേശുവിന്റെ കരങ്ങളെ അടിച്ച് ദൈവത്തെ ഭയങ്കര മകത്ത് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിലാപങ്ങൾ അഴിഞ്ഞു മാറി ഇപ്പോൾ തന്നെ അവൻ നിങ്ങളെ നൃത്തമാക്കി മാറ്റുകയാണ്. നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുകയാണ്. ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവശുദ്ധി ചലിക്കുന്നു. നിങ്ങളുടെ മേൽ ദൈവശുദ്ധി ചലിക്കുകയാണ്. നിങ്ങളുടെ വിലാപങ്ങൾ ഇന്ന് പകൽക്കൽ അവൻ എടുത്തു മാറ്റി നിങ്ങളുടെ വീട് നൃത്തമാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുകൊടുക്കുമ്പോൾ നിങ്ങളുടെ വീട് ഇപ്പോൾ കണ്ണുനീരിന്റെ വീടായിരിക്കാം, നിങ്ങളുടെ വീട് പ്രശ്നങ്ങളുടെ വീടായിരിക്കാം. പക്ഷെ ദൈവം പറയുന്നു, നിങ്ങളുടെ വിലാപത്തെ, നിങ്ങളുടെ കണ്ണുനീരിനെ അവൻ എടുത്തു മാറ്റി അതിനെ നൃത്തമാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. അവൻ വിലാപത്തെ നൃത്തമാക്കി മാറ്റുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ബോധന വെളിപ്പെടുകയാണ്. ഇത് പകൽക്കാലം സ്വർഗ്ഗത്തോട് ഇറങ്ങിപ്പാട് ഈ ദൈവത്തിന് ഭയങ്കര മഹത്വം ഇന്ന് പകൽക്കോട് ചലിക്കുകയാണ്. എന്റെ യേശു ഇന്ന് പകൽക്കോട് ഇറങ്ങിപ്പാട് അവൻ നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ ഞാൻ പറഞ്ഞുകൊടുക്കുമ്പോൾ തന്നെ സ്വർഗ്ഗത്തോട് ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞുകൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. അവൻ നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. അടുത്ത് പറഞ്ഞ അവൻ നിങ്ങളുടെ രട്ടിനെ അഴിച്ച് സന്തോഷം ഒളിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ രട്ടിനെ അഴിച്ച് അവൻ സന്തോഷം ഒളിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് കണ്ണുനീരെല്ലാം ഇറങ്ങിപ്പോവുകയാണ്. എല്ലാ പ്രശ്നങ്ങളും ഇന്ന് പകൽക്കാലം ഇറങ്ങിപ്പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയും, ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം നമ്മൾ വിജയം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അല്ലെ, എന്തുമാത്രം പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്നെല്ലാം ദൈവം മാറ്റി. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ വീട്ടിൽ പോയി വിജയം പറഞ്ഞത്. ഹല്ലേലൂയ. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് കൊറോണയൊക്കെ വന്നപ്പോൾ ഞാൻ മരിച്ചെന്ന് പറഞ്ഞ് വിചാരിച്ചതാണ്. ഹല്ലേലൂയ. അല്ലെ, മരണത്തോട് നല്ലടിച്ചു, എല്ലാവരും കൈവിട്ടു, മരിച്ചെന്ന് വിചാരിച്ചു. പക്ഷേ കൊറോണയിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ. അതിനുശേഷം എന്ത് ചെയ്തു? ഭാര്യയ്ക്ക് സുഖമില്ലാതായി, ചേച്ചിക്ക് സുഖമില്ലാതായി,
പ്രശ്നങ്ങൾ ഒരുപാട് കടന്നു. ഹല്ലേലൂയ. പക്ഷെ ദൈവം എന്ത് ചെയ്തില്ല? കൈവിട്ടില്ല. ഹല്ലേലൂയ. ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നു. കൊറോണ ബാധിച്ചു, മരണത്തിന്റെ അവസ്ഥയിലായി. ഹല്ലേലൂയ. അതിന് രക്ഷപ്പെട്ടപ്പോ പുള്ളിക്കാരുടെ ഭാര്യയ്ക്ക് പ്രശ്നമായി. ഹല്ലേലൂയ. അതിന് രക്ഷപ്പെട്ടപ്പോ അമ്മ മരിച്ചുപോയി. ഹല്ലേലൂയ. അതിനുശേഷം വീണ്ടും സഹോദരിക്ക് പ്രശ്നമായി. എല്ലാവരും വളരെ പ്രശ്നത്തിന്റെ കണ്ണുനിന്റെ നടുവിലായി. പക്ഷെ ദൈവം എന്ത് ചെയ്തു? അവരുടെ വിലാപത്തെ അഴിച്ച് നൃത്തമാക്കി മാറ്റി. എങ്ങനെ? അവരുടെ മോന് പട്ടാളത്തിൽ ജോലി കൊടുത്തു. ഹല്ലേലൂയ. വചനം പറഞ്ഞത്, എളിയവനെ കുപ്പയിൽ നിന്നും ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തി പ്രമുഖന്മാരുടെ കൂടെ ഇരുത്തുന്ന ദൈവം നമ്മുടെ വിജയന്റെ വീട്ടിൽ ഇറങ്ങി വന്ന് അവരെ വർഷങ്ങളായി അനുഭവിച്ച വേദനയും കണ്ണുനീരിന് ദൈവം എടുത്തു മാറ്റി അവർ മോന് നല്ല ഗവൺമെന്റ് ജോലി കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് വിജയന്റെ അത്ഭുതങ്ങൾ ചെയ്ത ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാൻ സർവ്വശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ വിലാപങ്ങൾ അഴിയപ്പെടുകയാണ്. വിലാപങ്ങൾ അഴിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീർ കുടിപ്പിക്കുന്ന സകല പ്രശ്നങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളെ വിട്ടുമാറുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ദൈവത്തിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. അവൻ അത്ഭുത മന്ത്രിയായി, വീരനായ ദൈവമായി, നിത്യപിതാവായി, സമാധാന പ്രഭുവായി ഇന്ന് പകൽക്കാട് ഇറങ്ങിപ്പോട്ടെ. ഹല്ലേലൂയ. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. നിങ്ങൾ ഈ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചാൽ അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. നമ്മൾ ആരിൽ ആശ്രയിക്കണം? നമ്മൾ ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. ഹല്ലേലൂയ. നീ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക, എങ്കിൽ അവൻ നിന്റെ ഹൃദയത്തിലെ താല്പര്യമൊക്കെ നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. ഞാൻ പറയാം, ഈ ദൈവത്തിൽ തന്നെ രസിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങളെല്ലാം അഴിയും, രോഗങ്ങളെല്ലാം സൗഖ്യം, കടപ്പാടുകളെല്ലാം മാറും, ബുദ്ധിമുട്ട് മാറും, ഞെരുക്കങ്ങൾ മാറും. എല്ലാ പ്രശ്നത്തിനും സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഈ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം ഇവിടെ വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കാൻ പറ്റും? കാരണം തലയിൽ കഴിച്ചു പറയാം, എന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കി മാറ്റി. ഞാൻ എന്റെ രക്ത അഴിച്ചിട്ട് അവരുടെ സന്തോഷം ഒളിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് സ്തുതി പാടേണ്ടത് തന്നെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന് വളരെ താഴ്ന്നു വായിക്കുമ്പോൾ കാണാൻ കഴിയും, ഞാൻ മൗനമായി ഊമനായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. എന്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഇത് പകൽക്ക് ഞാൻ പറയാം, ഈ ദൈവങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്നത് എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? അവൻ രട്ടഴിച്ച് സന്തോഷം ഒളിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? ഇവിടെ പറയുന്നത്, ഞാൻ ഊമനായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി സ്തുതി പാടാൻ, ദൈവത്തിന് വേണ്ടി ആർപ്പിടാൻ
ദൈവത്തിന് വേണ്ടി നിൽക്കാനാണ് ദൈവം എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് ആ ദൈവത്തിന്റെ ശക്തി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഈ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇവിടെ വെളിപ്പെടുകയാണ്. നമ്മളെ വിളിച്ചു പറയാമോ, എന്റെ ജീവിതത്തിൽ എന്റെ സകല വിലാപത്തെ ദൈവം നൃത്തമാക്കി, സകല രക്തത്തെ അഴിച്ചു മാറ്റി എന്നെ സന്തോഷം ഒളിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. റബാരക്ഷകെ നമുക്ക് ഒരു താഴോട്ട് വാക്കി നേരത്തെ വായിച്ചത് തന്നെ 20-ാം അധ്യായം നമുക്ക് വരാമോ? അവിടെ അതിന്റെ 7-ാമത്തെ വചനം വായിക്കാമോ? ചില രഥങ്ങളിലെ ചില കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഹല്ലേലൂയ. ചിലർ എന്തെല്ലാം ആശ്രയിക്കുന്നത്? ചിലർ കുതിരകളിലും ചില രഥങ്ങളിലും ആശ്രയിക്കുന്നത്, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മൾ കുതിരകളിലുള്ള ആശ്രയം വിട്ടുമാറി, രഥത്തിലെ ആശ്രയം വിട്ടുമാറി നമ്മൾ ആരിൽ തന്നെ ആശ്രയിക്കണം? നമ്മൾ ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. ഹല്ലേലൂയ. വചനം പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കരുത്, യഹോവയെ തന്നെ ആശ്രയിക്കാം. പ്രഭുത്വം വെറുതെ ആശ്രയിക്കരുത്. നീ ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ തന്നെ ആശ്രയിക്കാം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ട് വരത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞെടുക്കുന്ന നടുവിന്റെ വിഷയങ്ങളെല്ലാം സൗഖ്യമാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞെടുക്കുന്നതിന് നടുവിന്റെ വിഷയങ്ങളെല്ലാം ഇപ്പോൾ തന്നെ സൗഖ്യമാണ്. ഹല്ലേലൂയ. എല്ലാ നടുവിന്റെ പ്രശ്നങ്ങളെ യേശു തൊട്ട് സൗഖ്യമാക്കണം. ഹല്ലേലൂയ. കഴുത്തിന്റെ ഒരു സൈഡ് എല്ലാ വേദനയുടെ പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ സൗഖ്യമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞെടുക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്, നീ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നത്, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ ജീവനുള്ള ദൈവത്തെ വിട്ട് അവരിൽ ആശ്രയിക്കാതെ ഒരു കുതിരകൾ നിങ്ങൾ ആശ്രയിക്കാൻ പോകരുത്, ഒരു രഥത്തിൽ നിങ്ങൾ ആശ്രയിക്കാൻ പോകരുത്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ ആശ്രയിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കാൻ പോകരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാൻ പോകരുത്, മറ്റുള്ളവരെ ആശ്രയിക്കാൻ പോകരുത്. നിങ്ങൾ 24 മണിക്കൂർ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വെളിപ്പെടാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മളുടെ ദൈവം അനുഗ്രഹിക്കുന്ന ഉയർത്താൻ. ഹല്ലേലൂയ. താഴ് വായിക്കുമ്പോൾ കാണാൻ കഴിയും, അവർക്ക് ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഹല്ലേലൂയ. അവർ കുരിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. നമ്മൾ നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മൾ വീണ് പോകത്തില്ല, നമ്മൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. ഹല്ലേലൂയ. ഇത് മനസ്സിലാകുന്നു. ഇത് ഇവിടെ പറഞ്ഞ ചിലർ കുതിരകളിലും ചില രഥങ്ങളിലും ആശ്രയിച്ചു, പക്ഷെ അവരെല്ലാം കുരിഞ്ഞു വീണുപോയി. ദൈവത്തെ വിട്ട് മറ്റുള്ള കാര്യങ്ങൾ വിഗ്രഹത്തിൽ ആശ്രയിച്ചവർ കുരിഞ്ഞു വീണുപോയി. ഹല്ലേലൂയ. മറ്റുള്ള കാര്യങ്ങൾ ആശ്രയിച്ചവരെല്ലാം കുരിഞ്ഞു വീണുപോയി. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയിച്ചവർ ഇതാ എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മൾ കുനിഞ്ഞു വീഴത്തില്ല, നമ്മൾ എഴുന്നേറ്റ് നിവർന്ന് തലയും പിടിച്ച് ഉയർത്തി നിൽക്കും. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങളത് ചിന്തിച്ചു നോക്കില്ല, നമുക്ക് ഈ ദൈവത്തെ കിട്ടിയത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം തന്റെ അടുത്തോടെ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്തേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് പോകേണ്ടവരായിരുന്നു നമ്മൾ. പക്ഷേ ഈ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചത് കൊണ്ടാണ്, ഈ ദൈവത്തിൽ രസിച്ചത് കൊണ്ടാണ് നമ്മൾ തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ ഇവിടെ ഈ ബൈബിളിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. മനുഷ്യരെ ആശ്രയിച്ച് നമ്മൾ നിൽക്കാൻ പറ്റത്തില്ല, എങ്കിൽ മറ്റുള്ളവരെ പോലെ എന്തേ കുനിഞ്ഞു വീഴുമായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന പോലെ അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ഹല്ലേലൂയ. തലയെ കേച്ച് പറ, മനുഷ്യരിൽ പ്രഭുക്കന്മാരിലേക്ക് ആശ്രയിച്ചവരെല്ലാം കുനിഞ്ഞു വീണുപോയി. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ഇതാ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് തന്റെ ഇടത്തോടെ കരകീർത്തിപ്പെടാൻ പിടിച്ചു പറയാം, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ഞാനും എന്റെ കുടുംബവും തകർന്നു പോകാതെ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നു. ഹല്ലേലൂയ. പലരും നമ്മൾ തകർന്നു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവർ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവർ വീണു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പറയാം, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ധൈര്യമായി തന്റെ ഇടത്തോടെ വിളിച്ചു പറയുന്നു, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. തന്റെ ഇടത്തോടെ ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. നിങ്ങളൊക്കെ ദൈവഭാഗത്ത് വന്നപ്പോൾ പലരും പറഞ്ഞു, ഈ മാരത്തോണിന് കൂടിപ്പോയ 3 മാസം
അതിൽ 3 മാസം ആയപ്പോ പറഞ്ഞു ഇവിടുത്തെ ഇനി ഒരു 3 മാസം 6 മാസം അപ്പുറം പോകത്തില്ല. പക്ഷെ ഞാൻ പറയാം 10-20 വർഷമായി ഈ ബൈബിളും എടുത്ത് ദൈവത്തിന് നിൽക്കാൻ വലിയ ഭാഗ്യം തന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കര ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ഈ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതല്ലാതെ ഒരു നന്മയ്ക്ക് ഒരു കുറവും വന്നില്ല. ഹല്ലേലൂയ. പലരും നമ്മുടെ കളിയാക്കിയവർ, പരിഹസിച്ച് നിന്ദിച്ചവരെല്ലാം കുനിഞ്ഞ് വീണുപോയി, എല്ലാവരും തകർന്നു പോയിട്ട് ഞങ്ങളെ ദൈവം തന്റെ ഇടത്തോടെ ഇന്നും ധൈര്യത്തോടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവർ തല കുനിക്കാതെ ദൈവത്തെ ഉയർത്തിപ്പിടിച്ച് തന്റെ ഇടത്തോടെ നമ്മൾ നിർത്തി. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, അതിന് ഒരേ ഒരു കാരണമുള്ളൂ, നമ്മൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പ്രതികൂലമൊക്കെ ഒരുപാട് ജീവിതത്തെ കടന്നു വന്നു. പക്ഷെ നമ്മൾ പുറകിലോട്ട് പോയില്ല. ഞങ്ങൾ എന്ത് ചെയ്തു? ഈ ദൈവത്തിൽ ഉറച്ചില്ല. എന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിന്റെ വൈഫ് ചില വർഷങ്ങൾക്ക് മുമ്പ് കൗണ്ട് കുറഞ്ഞ പനിയും മലേറിയൊക്കെ ബാധിച്ച് കൗണ്ട് 16,000 കുറഞ്ഞു. ഹല്ലേലൂയ. അവളെ മെഡിക്കൽ കൊണ്ട് കിടത്തിയപ്പോൾ അവൾ അടുത്ത് കിടന്ന പലരും ബ്ലഡ് വാർന്ന് മരിച്ചുപോയി. ഹല്ലേലൂയ. കൗണ്ട് വെറും 16,000, ഏറ്റവും കുറഞ്ഞ 1 ലക്ഷമെങ്കിലും വേണം. ഹല്ലേലൂയ. പക്ഷെ ഇത് വെറും 16,000. ഹല്ലേലൂയ. അടുത്ത് കിടന്ന പലരും ബ്ലഡ് വാർന്ന് എന്ത് ചെയ്തു? മരിച്ചു പോയിട്ടും ഒരു കുഴപ്പമൊന്നും പറ്റിയില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, എന്റെ ഞങ്ങൾ ഇതുപോലെ ഓൾ ഇന്ത്യക്ക് വിസിറ്റിങ്ങിന് പോയി പ്രസംഗിക്കാനൊക്കെ പോയിട്ട് വീട്ടിൽ വന്നു. ഹല്ലേലൂയ. ഇന്ന് വീട്ടിൽ വന്നു. അടുത്ത ദിവസം നോക്കിയപ്പോൾ എന്റെ വൈഫ് അടുപ്പിൽ നിന്ന് ചൂട് ചായ തിളപ്പിച്ചുകൊണ്ട് വരെയാണ്. ഹല്ലേലൂയ. അവളിങ്ങനെ അടുക്കളയിൽ പുറത്തോട്ട് കൊണ്ടുവന്നതും എന്റെ മോയെ ഓടിപ്പോയി ചാടി കൊടുത്തു. ഞാനിപ്പോയി കയറി കൊടുത്തു അടുക്കളയിൽ. ഹല്ലേലൂയ. ആ ചൂട് ചായ മുഴുവനും അവന്റെ ഈ ചെവി കൂടെ നെഞ്ചി കൂടെ മൊത്തം വീണു. അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച ചായ എന്ത് ചെയ്തു? ലേഖത്തൂടെ വീണു. ഹല്ലേലൂയ. അവൻ കിടന്ന് വിളിച്ചു. ഞാനിവിടെ പുറത്തോടെ പോയി നിന്നു. ഹല്ലേലൂയ. വന്ന് നോക്കിയപ്പോൾ ഷർട്ട് ഉരിയെടുത്തപ്പോൾ ഈ തോലെല്ലാം ഷർട്ടിലിരുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഭയങ്കര പ്രശ്നം, ഭയങ്കര നിലവിളിയായി. അവൻ നേരെ ഓർമ്മ പോലും ഇല്ലാത്ത അവസ്ഥയായി. ഞങ്ങൾ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി കൊണ്ടുപോയി. എല്ലാവരും പറഞ്ഞ് പ്രശ്നമാണ്, തിളച്ച ചായ കൊച്ചുകുട്ടിയാണ്. ഷർട്ട് ഊരിയെടുത്തപ്പോൾ ആ തോലെല്ലാം ഷർട്ടിലിരുന്നു. ഹല്ലേലൂയ. തോലൊന്നുമില്ല, അത്രയ്ക്ക് വെന്തുപോയി. പക്ഷെ എന്നിട്ട് ഒരു കുഴപ്പം വരാതെ ദൈവം കാത്തു. ഹല്ലേലൂയ. ഞങ്ങൾ ബൈക്കിൽ പോകുമ്പോൾ എന്റെ മോള് ഫ്രണ്ടിൽ ഇരുന്നു ഓടിക്കൊണ്ടു. ബൈക്കിൽ നിന്ന് എന്റെ കൈയിനിടയിൽ കൂടെ അവിടെ താഴെ വീണു. താഴെ വീണു. മുഖത്തൊക്കെ ഇടിച്ചു. മുഖമെല്ലാം പരിക്കായി. പല പ്രശ്നങ്ങൾ വന്നു. പക്ഷേ ഒരു കുഴപ്പം പറ്റാതെ ദൈവം കാത്തു. മുഖത്തിന്റെ മുറിവെറ്റെങ്കിലും സ്കാൻ എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല. അവർക്ക് അന്ന് 1 വയസ്സൊന്നും പ്രായമുണ്ട്. ഹാലില് ഓടിക്കുന്ന ബൈക്കിൽ നിന്ന് അവർ താഴെ വീണു. എന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ ദൈവം കാത്തു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നു, പല ബുദ്ധിമുട്ട് കടന്നു വന്നു. പക്ഷെ അതിന്റെ നടുവിലെല്ലാം ദൈവം ജയാളിയെ നിർത്തി. ഹല്ലേലൂയ. കാരണം ഒന്നേ ഉള്ളൂ, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്റെ ഇടത്തോടെ ഞാൻ പറയാം, ഇന്ന് പലവിധമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ആദ്യ കാലത്ത് കടന്നു വന്നു. ദൈവത്തിന് ഫുൾ ടൈം ഇറങ്ങിയ സമയത്ത് എല്ലാ പ്രശ്നങ്ങളും കടന്നു വന്നു, എല്ലാ ബുദ്ധിമുട്ട് കടന്നു വന്നു. വിശാൽ പലവിധമായ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിട്ടു. പക്ഷെ നിങ്ങൾ പുറകിലോട്ട് പോയില്ല. നിങ്ങൾ പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, ജീവിച്ചാലും മരിച്ചാലും യേശു വേണ്ടി. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഉറച്ചിരുന്നപ്പോൾ ഇപ്പോൾ ഒരു 7 വർഷമായി നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ കാണാതെ ദൈവം കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദൈവം ഫുൾ ടൈം ഇറങ്ങി പ്രാരംഭ ഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് കടന്നു വന്നു, രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നു. പക്ഷേ ഞാൻ പറയാം, ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇപ്പോ ദൈവം നിങ്ങളെ ഒരു ആശുപത്രി കാണാതെ, നിങ്ങൾ അധ്വാനിക്കുന്ന ക്യാഷ് ആശുപത്രി കൊടുക്കാതെ ദൈവം തന്റെ ഇടത്തോടെ നിർത്തി. ഹല്ലേലൂയ. ചെറിയ ജലദോഷം പനി ബുദ്ധിമുട്ടൊക്കെ വരുന്നതല്ലാതെ വേറെ ഒരു കുഴപ്പമില്ലാതെ ദൈവം സന്തോഷത്തോടെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകാനോ, ആശുപത്രി കിടക്കാനോ, ആശുപത്രി കാവൽ നിൽക്കാനോ, ഞങ്ങളുടെ ക്യാഷ് പിടിക്കച്ചോറി കൊടുക്കാനോ ഒന്നും ദൈവം ഇടവരുത്താതെ ദൈവം കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പക്കൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ യേശു ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൽ നിങ്ങൾ രസിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ചെയ്തു തരും. അവൻ നിങ്ങളുടെ വിലാപങ്ങളെ അഴിച്ച് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നൃത്തമാക്കി മാറ്റി. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ വിലാപത്തെ മാറ്റി നിങ്ങളുടെ വീടിനെ നൃത്തം കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ രട്ടിനെ അവൻ അഴിച്ചു മാറ്റി സന്തോഷം കൊണ്ട് ഉടുപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് മക്കളെ ഞാൻ പറയാം, ഈ യേശു ഭയങ്കരവാനാണ്, അവൻ ഏറ്റവും വലിയവനാണ്. ഇവരെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. ഞാൻ പറയാം, എനിക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളെ കണ്ണുനീര് തുടച്ചവന് നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ പറ്റും. ഹല്ലേലൂയ. ഞങ്ങളുടെ മരണത്തിന് വിടുവിച്ച യേശുവിനെ നിങ്ങളുടെ മരണത്തിന് വിടുവിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് പകരക്കര ഞാൻ പറയാം, ഭയങ്കര ഗ്ലോറി ഇതിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. എത്രയും പ്രാവശ്യം ആക്സിഡന്റുകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പക്ഷേ ഒന്നിനും ഒരു പോർലോലും പറ്റാതെ ദൈവം നമ്മളെ ജയാളിയായി നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ.
അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഞങ്ങളെ ജയാളിയായി നിർത്തുന്ന യേശു നിങ്ങളെ ജയാളിയായി നിർത്തും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്നൊന്ന് വിളിച്ചു പറയാമോ? ഉല്ലാസത്തിന്റെ തലയ്ക്ക് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം എന്റെ വീട്ടിലുണ്ട്. എന്റെ ദൈവം എനിക്ക് വേണ്ടി വീര്യപ്രവൃത്തി. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലത് കണ്ണുനീര് മാറി വീട്ടിൽ ഉല്ലാസം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറി ജയം വെളിപ്പെടുകയാണ്. തോൽവികളെല്ലാം മാറി ജയം വെളിപ്പെടുകയാണ്. ഈ യേശുവിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഞാൻ പറയുമ്പോൾ തന്നെ സകല രോഗികൾ ഇപ്പോ സൗഖ്യമാവുകയാണ്. ഹല്ലേലൂയ. സകല നടുവിന്റെ വിഷയങ്ങളെല്ലാം ഇപ്പൊ സൗഖ്യമാണ്. ഹല്ലേലൂയ. നടുവിന് വിഷയങ്ങളൊന്നും കരവെത്തി പിടിച്ചോ. ഹല്ലേലൂയ. ആ നടുവിന് പ്രശ്നം ആരെങ്കിലും കരവെത്തി പിടിച്ചു ഇപ്പോ തന്നെ ആ നടുവിന്റെ വിഷയങ്ങളെല്ലാം ഇപ്പോ തന്നെ സൗഖ്യമാവണം. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് കഴുത്തിന് പ്രശ്നമുള്ളത്, കഴുത്തിന് വന്ന് വേദനയെല്ലാം ഇപ്പൊ സൗഖ്യമാവണം. ഇപ്പോ തന്നെ ഭയങ്കര മതം ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, ആ ദൈവം ഭയങ്കര ഗ്ലോറി ഇപ്പോ തന്നെ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ആ ദൈവം ഭയങ്കര മതത്തിൽ അത് ചലിക്കണം. കാലുമുട്ടിന്റെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോ തന്നെ മാറുകയാണ്. യേശുവിന്റെ വിജയുടെ മുമ്പോട്ട് കടന്നു ഇപ്പോ തന്നെ ഒന്നും എല്ലാവരും പ്രാർത്ഥിക്കും. ഇപ്പോ തന്നെ കാലിലെല്ലാം പ്രശ്നങ്ങൾ ഇപ്പോ തന്നെ മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോ തന്നെ ആ കാലിലേക്ക് ദൈവശക്തി വ്യാപരിക്കുകയാണ്. കാലുമുട്ടിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായി ഞാൻ കൽപ്പിക്കുക. ഇപ്പോ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും യേശുവേ ഇപ്പോ തന്നെ യേശുവിന്റെ നാമത്തിൽ കാലിന്റെ എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറണം. ഇപ്പോ തന്നെ കാലിന്റെ എല്ലാ ബുദ്ധിമുട്ട് മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോ തന്നെ ഇവർക്ക് പ്രാർത്ഥിക്കണം. ഭയങ്കര സൗഖ്യം വ്യാപരിക്കട്ടെ. രണ്ട് കാലിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. കാലിന്റെ എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിന്റെ ഇപ്പോ തന്നെ സൗഖ്യമാവട്ടെ. കാലിന്റെ മുട്ടിന്റെ എല്ലാ ഇപ്പോ തന്നെ കർത്താവേ നീ സൗഖ്യമാക്കരുത്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോ തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അത്ഭുത കാര്യോടെ വ്യാപരിച്ചാൽ ഹല്ലേലൂയ. കർത്താവ് ചെയ്തതെന്നാണ് യേശുവിനെ ഇപ്പോ തന്നെ നടുവിന്റെ വിഷയങ്ങളെല്ലാം സൗഖ്യമാവണം. നടുവിന്റെ ഭാര്യയുടെ കർത്താവ് തൊടുന്നു. ഇപ്പോ ഭയങ്കര മഹത്വം വ്യാപരി. കഴുത്തിന് പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ കർത്താവ് തൊടുന്നു. കഴുത്തിന്റെ എല്ലാം ബുദ്ധിമുട്ട് ഇപ്പോ തന്നെ യേശു സൗഖ്യമാക്കണം. യേശു തൊടുന്നു. കർത്താവ് ചെയ്തതിനാ നന്ദി. കഴുത്തിന്റെ വിഷയങ്ങളെല്ലാം സൗഖ്യമാണ്. ഇപ്പോ തന്നെ ഭയങ്കര മഹത്വം വ്യാപരിച്ചതാണ് യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. ഇത് മകൾക്ക് ഞാൻ പറയും, യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. എന്ത് രോഗങ്ങളാണ് ശരി ഇപ്പോ തന്നെ സകല രോഗങ്ങൾ സൗഖ്യമാകണം. ഹല്ലേലൂയ. തലവേദനയെല്ലാം മാറുന്നു. മൈഗ്രെയിൻ തലവേദനയെല്ലാം ഇപ്പോ തന്നെ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറി. തളർന്നു കിടക്കുന്നവർ ചാടി എണീക്കുകയാണ്. തളർന്നു കിടക്കുന്നവർ ചാടി എണീ. ക്യാൻസർ രോഗങ്ങളെല്ലാം സൗഖ്യമാവുകയാണ്. ഇപ്പൊ ക്യാൻസർ രോഗത്തെ പലരും ഭാരപ്പെടും. പല വീടുകളും ക്യാൻസർ രോഗങ്ങൾ കയറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്കാണ് ഞാൻ പറയാം, നിങ്ങളുടെ ക്യാൻസർ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ ക്യാൻസർ രോഗങ്ങളെ യേശു സൗഖ്യമാക്കണം. ഇപ്പോ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഇപ്പോ തന്നെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ക്യാൻസർ രോഗങ്ങളും ഇപ്പോ തന്നെ യേശുവിന്റെ സൗഖ്യമായി ഞാൻ കൽപ്പിക്കുന്നു. എല്ലാ ബുദ്ധിമുട്ടും മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. 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 ഇത് മക്കൾക്കാണ് ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആശീർവാദം കർത്താവ് യേശുവിന്റെ കൃപയും പരിശുദ്ധ സംസർഗം കൂട്ടായിട്ട് ഇതെല്ലാം നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ.